നമസ്കാരം, എൻ്റെ പേര് ലിജോ ലോറൻസ്. ഞാനിപ്പോൾ മലബാർ അഗ്രോ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കടുകുമണിയിൽ നമ്മൾ ചെയ്തിരുന്നു. അത് വളരെ നല്ല റെസ്പോൺസാണ് പ്രഷറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം നമുക്ക് കിട്ടി. നമ്മൾ ഏകദേശം ഒരു 17,000 സംതിങ് തെങ്ങിൻ തൈകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് കൃഷിയിടങ്ങളിലേക്കും മറ്റ് വീടുകളിലേക്കായിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റി. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചാവക്കാട് കുള്ളനും ഡീൻ ഡ്യൂട്ടി കാരശ്രീ എന്ന് പറയുന്ന 3 ഇനം തൈകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്തത്. ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതായത് വെസ്റ്റ് കോസ്റ്റ് ടോളും ചാവക്കാട് ഗ്രീനും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വെറൈറ്റിയാണ് ചാവക്കാടൻ കുള്ളൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 വർഷം കൊണ്ട് അതിൻ്റെ ഫലം കിട്ടി തുടങ്ങും. നല്ല വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നനയും പിന്നെ വളങ്ങളും കൊടുക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ ചാവക്കാട് കുള്ളൻ നമുക്ക് കാഴ്ച കിട്ടും. തേങ്ങയ്ക്കും ഇളനീരിന് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഇനമാണിത്. 2 അടി പൊക്കത്തിൽ കാഴ്ച തുടങ്ങും. മാക്സിമം നമുക്കൊരു 15 അടി 16 അടി ഹൈറ്റാണ് ഈ ഇനം വരുള്ളൂ. പിന്നെ 40 കൊല്ലം വരെ നമുക്ക് ഇതിൽ നിന്ന് ഈൽഡ് കിട്ടും. നമുക്ക് തേങ്ങയ്ക്കായാലും ഇളനീരിനായാലും അതുപോലെ തന്നെ എണ്ണയ്ക്ക് ഉപയോഗിക്കാനും കൃഷി പർപ്പസിനൊക്കെ എല്ലാത്തിനും ഏറ്റവും മികച്ച ഒരു ഇനമാണ് ചാവക്കാട് കുള്ളൻ. ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്ന ഇനം തന്നെയാണ്. അത് മറ്റുള്ള അതായത് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമെന്ന് ചില നല്ല ഒരു രോഗപ്രതിരോധ ശേഷിയാണ് ഈ ഇനത്തിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെല്ലി, അതായത് ചെല്ലിയുടെ ആക്രമണം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതായത് ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് കളറാണ് ഈ തെങ്ങിൻ്റെ കളർ. അതുകൊണ്ട് തന്നെ മറ്റുള്ള വെറൈറ്റികളെ അപേക്ഷിച്ച് ഈ ചെല്ലിയുടെ ആക്രമണം പൊതുവേ കുറവാണ്. ഇപ്പം മറ്റുള്ള ഇപ്പോൾ ഗംഗാബോണ്ടം എന്ന് പറയുന്ന വെറൈറ്റികളൊക്കെ ഈ ഗ്രീൻ കളറായതുകൊണ്ട് അതിൻ്റെ കൂമ്പിന് ഭയങ്കര മധുര കൂടുതലാണ്. അപ്പോൾ ഈ വെറൈറ്റി അതിന് പെട്ടെന്ന് ചെല്ലിയുടെ ആക്രമണം ഉണ്ടാവുകയും തെങ്ങ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇനം എന്ന് പറയുന്നത് കേടുവരില്ല എന്നല്ല, പരമാവധി ഇതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് നിർത്താനുള്ള ഒരു ശേഷി ഈ ഒരു ഇനത്തിനുണ്ട്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ലോറൻസ്. ഞാനൊരു മലബാർ കോക്കനട്ട് ഫാം എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം ഗുരുവായൂരടുത്ത് പാവർട്ടി എന്നൊരു സ്ഥലത്താണ്. ചാവക്കാടിൻ്റെ ഗുരുവായൂരിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന പാവർട്ടി എന്നുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒത്തിരി ഹൈബ്രിഡ് തൈകൾ വിതരണം ചെയ്തു. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും 14 ജില്ലയിലും പരമാവധി മാക്സിമം നമ്മൾ കവർ ചെയ്തു. വീടുകളിലേക്ക് മാത്രം. നഴ്സറികൾ പിന്നെ വേറെ ഇഷ്ടംപോലെ ഉണ്ട്. അതുണ്ട്. മൊത്തത്തിൽ നമ്മളൊരു 10 കർഷകർക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്ത് 10-18,000 തൈകൾ നമ്മൾ എത്തിച്ചു കൊടുത്തു. എല്ലാവിധ തൈകളും കൂടുതലും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ചാവക്കാട് കുള്ളനും ഡീൻറ്റിയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ചാവക്കാട് നാടൻ തെങ്ങുണ്ട്. പിന്നെ നമ്മൾ കുറ്റ്യാടിയിൽ നിന്ന് വിത്ത് തേങ്ങ കൊടുത്തിട്ട് നമ്മൾ ഭാവി ഉൽപ്പാദിച്ച് അതും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് ചാവക്കാട് കുള്ളനും ഡീൻറ്റിയാണ് കൂടുതൽ ജനങ്ങൾ മേടിച്ചത്. കാരണം കുറേ പേർക്ക് സ്ഥലപരിധി ഉള്ള കാരണം കുറവുള്ളതിൻ്റെ പേരിൽ ഹൈബ്രിഡ് വെറൈറ്റി ഇതിനൊക്കെ ഉള്ളത്. പിന്നെ തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തതിൻ്റെ പേരിലും ഈ ഡീൻറ്റിയും ചാവക്കാട് കുള്ളനാണ് കൂടുതൽ പോയി ഇറക്കുന്നത്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പുറത്തുണ്ട്. നമ്മൾ കേരളം വിട്ടിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശുകളിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. വീട്ടു പാർട്ടിയുണ്ട്, നഴ്സറി പാർട്ടിയുണ്ട്. നഴ്സറി പാർട്ടിയൊക്കെ വളരെ കുറവുള്ള, വീട്ടു പാർട്ടി കൂടുതൽ. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വളരെയധികം നമ്മൾ കൊറിയർ വിടുന്നുണ്ട്, കൊറിയർ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാവക്കാട് കുള്ളനും ഡീൻറ്റിയും എല്ലാ കാലാവസ്ഥയിലും എല്ലാ നാട്ടിലും പിടിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. വേനൽക്കാലത്ത് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കാരണം ഇപ്പോഴത്തെ ചൂടിൻ്റെ അനുസരിച്ച് വെള്ളം നനയ്ക്കേണ്ട കണ്ടീഷനിൽ ഒന്നോരോ ട്രിപ്പോ അല്ലെങ്കിൽ നമ്മൾ ലൈവായി നനയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ആഴ്ചയിൽ 3 നന, 2 നന ജനുവരിയിലൊക്കെ 2 നന മതി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലേക്കൊക്കെ കടന്നു വരുമ്പോൾ 3 ആഴ്ചയിൽ 3 നന കൊടുത്താലാണ് ഒരേപോലെ ശേഷിയിൽ വരുള്ളൂ.
ഞങ്ങളുടെ വണ്ടികൾ കേരളത്തിൽ 14 ജില്ലയിലും 10 ദിവസം കൂടുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കും, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ഭാഗത്തേക്കും, വടക്കോട്ട് പോകണമെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് വരെ നമ്മളെ വണ്ടികൾ, പുത്തൂർ വരെ കർണാടകത്തിൻ്റെ പുത്തൂർ വരെ നമ്മളെ വണ്ടികൾ പോകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് 15 എണ്ണം, മിനിമം 15 എണ്ണം തൈകൾ വെച്ചിട്ട് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും തൈകൾ നടേണ്ട കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടായാലും തയ്യിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ തെങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയങ്ങളും ആർക്ക് വേണമെങ്കിലും രാവിലെ 8 മുതൽ വൈകിട്ട് 7 മണി വരെ എന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സീസണിലേക്ക് ഈ മഴ സീസണിൽ മഴ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ നമ്മളതിൽ 1 ലക്ഷം ഹൈബ്രിഡ് തൈകൾ നമ്മളതിൽ ഇപ്പോൾ റെഡിയിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നാടൻ തെങ്ങുകളും ആവശ്യം പറഞ്ഞ് നാടൻ തെങ്ങുകളും ഉണ്ട്, കുറ്റ്യാടി തെങ്ങുകളും ഉണ്ട്. ഒത്തിരി മറ്റേ കാരശ്രീ ഉൽപ്പാദിച്ചിരിക്കുന്ന തൈകളുണ്ട്. എല്ലാം കൂടി നമ്മളതിൽ ഇപ്പോൾ 1 ലക്ഷത്തിനടും നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ഇപ്പോൾ DNT ചാവക്കാട് കുള്ളനാണ് മെയിനായിട്ട് നമ്മൾ ഇതാക്കുന്നത്. മറ്റേതൊക്കെ കുറേശ്ശെ രീതിയിൽ ഉണ്ടാക്കണുള്ളൂ. കാരണം വെച്ചാൽ ആൾക്കാർക്ക് കൂടുതൽ ആവശ്യം ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ തൈൻ്റെ ഈ തെങ്ങ് നഴ്സറി ആയിട്ട് പോണത് 19-22 വർഷമായിട്ട് പോണതാണ്. നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ്. ഒരാളെ നിന്ന് വാങ്ങിച്ച് വിൽക്കില്ല. നമ്മൾ ഒരാളെ നിന്ന് വാങ്ങിച്ച് വിൽക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഫുള്ള് ഉൽപ്പാദിച്ച് നമ്മളെ പറമ്പിൽ തന്നെ വിത്ത് ഉൽപ്പാദിച്ച് തൈകളുണ്ടാക്കി നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മറ്റുള്ള സൗത്ത് ഇന്ത്യയിലേക്കും ഒത്തിരി സ്ഥലങ്ങളിലേക്കും നമ്മൾ കയറിപ്പോണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് 1 തൈ, 2 തൈ, 3 തൈ, അങ്ങനെ ഇപ്പോൾ ഒരു വീടുകളിലേക്ക് അധികം ഇപ്പോൾ ഒരു 10 തൈൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 തൈയോ 3 തൈയോ മതി. അങ്ങനെയുള്ള ഒരു ഇത് ഞങ്ങൾ ഒരുപാട് അങ്ങനെ എൻക്വയറീസ് വന്നപ്പോൾ ഞങ്ങൾ കൊറിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തെങ്ങിൻ തൈ നമ്മൾ വളരെ നല്ല രീതിയിൽ ബോക്സിൽ പാക്ക് ചെയ്തിട്ട് വീടുകളിലേക്ക് കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കൊറിയറിൻ്റെ ഓഫീസിൽ നമ്മുടെ പ്ലാൻസ് വരും. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്യുന്ന തൈ നിങ്ങൾക്ക് നാളെ ഒരു 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ്. നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് അത് വളരെ സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു തൈ ഇങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്. ഈ ഇപ്പോൾ വെക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള ഒരു തൈയാണ്. ഇപ്പോൾ ഇത് ചാവക്കാട് കുള്ള എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതേപോലെ തന്നെ ഇതേ ഹൈറ്റിൽ ഇപ്പോൾ വെക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള തൈകളാണ് നമ്മളിപ്പോൾ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സേഫായിട്ട് അവിടെ എത്തും. നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബോക്സ് പാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ നഴ്സറിയിൽ ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. നമ്മൾ ഈ രീതിയിലാണ് പാക്ക് ചെയ്തിട്ട് തെങ്ങിൻ തൈകൾ അയക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ വീടുകളിൽ കിട്ടും. ഇത് കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അയച്ച് തരാവുന്നതാണ്. നമ്മൾ ഫുൾ പൈസ റിട്ടേൺ ചെയ്യും. അപ്പോൾ നല്ല കെയറിങ്ങോട് കൂടിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് തൈകൾ ഇവിടുന്ന് അയക്കുന്നത്. ഇത് ഇപ്പം നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുന്ന തൈകളാണ്. ഈ ഒരു പ്രായത്തിലുള്ള തൈകളാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള തൈകളാണ്. ഇപ്പോൾ ഒരു 7 മാസം 8 മാസം പ്രായമായിട്ടുള്ള തൈകളാണ്. ഇതിപ്പോൾ നമ്മളൊരു ഓർഡർ വരികയാണെങ്കിൽ ഇപ്പം നേരെ തോട്ടത്തിൽ പോയി ഇതെടുത്ത് ഒരു തൈ ഇത് കണ്ടോ, ഈ തൈ എടുത്ത് നമ്മൾ പാക്കിങ്ങിനായിട്ട് വിടുക ചെയ്യുന്നത്. ഇതേ ഫ്രഷ്നെസ്സോട് കൂടി നിങ്ങൾക്ക് ഇന്നിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ഈവനിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് വീട്ടിൽ എത്തി 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്താലും മതി. അതല്ലെങ്കിൽ നമ്മൾ തണലുള്ള സ്ഥലത്ത് തൈയെ ഒന്ന് കുത്തി നിർത്തി വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയോ 1 മാസം കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും തെങ്ങിന് സംഭവിക്കില്ല. നല്ല വെയിലുള്ള സ്ഥലത്ത് നിങ്ങൾ പ്ലാന്റ് ചെയ്യുക. 2 അടി കുഴിയെടുത്ത് 1 കിലോ കുമ്മായം, പിന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. 2 കുഴിയാണ് എടുക്കേണ്ടത്. ഹൈബ്രിഡ് തൈകൾക്ക് ഒരുപാട് താഴ്ചയുള്ള കുഴികൾ എടുക്കണ്ട. 2 അടി താഴ്ചയും 2 അടി വീതിയുള്ള കുഴി എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ അടിവളങ്ങളൊക്കെ ഇട്ടിട്ട് പ്ലാന്റ് ചെയ്യാം. മലബാർ അഗ്രോ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മളിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്.
എല്ലാവിധ സർവീസുകളും അവിടെ ലഭ്യമാണ്. ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് രാസവളങ്ങൾ, ജൈവവളങ്ങൾ, കീടനാശിനികൾ, അങ്ങനെയുള്ള പിന്നെ മറ്റ് കൃഷിക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും നമ്മളവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം തന്നെ ഒരു മിതമായ നിരക്കിലാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോട്ട്സ് ആയാലും പിന്നെ വളങ്ങളായാലും വിത്തുകളായാലും ടൂൾസ് ആയാലും മറ്റ് കാർഷിക ഉപകരണങ്ങളായാലും ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പുതിയ ഷോപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ കളക്ഷൻ, ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കളക്ഷൻ, ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വളങ്ങളും കീടനാശിനികളും ഒക്കെ സെയിൽ ചെയ്യാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള വളങ്ങളും രാസവളങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് ആവശ്യക്കാർക്ക് മിതമായ റേറ്റിൽ കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിവിടുന്ന് ഒരു വെജിറ്റബിൾ സീഡ്സ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. മെയിനായിട്ട് ഹൈവേജ്, വെസ്റ്റ് കോസ്റ്റ്, മാഹിക്കോ, നാംദാരി തുടങ്ങിയ കമ്പനികളിലെ വിത്തുകളാണ് നമ്മൾ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് വിത്തുകളാണ്. നമുക്കൊരു 30-ൽ പരം വിത്തുകൾ ഇപ്പോൾ അയച്ചു കൊടുക്കാൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ അയക്കുകയാണെങ്കിൽ നാളെ അവിടെ കസ്റ്റമർക്ക് വിത്തുകൾ കിട്ടും. ചെറിയൊരു പൈസയാണ് കൊറിയർ ചാർജ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് നഴ്സറിയിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പാവർട്ടി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് നമ്മളെ അടുത്തുണ്ട്. വളങ്ങളായാലും മൈക്രോ ഫുഡുകളായാലും പോട്ട്സ്, പിന്നെ അങ്ങനെയുള്ള കീടനാശിനികളെല്ലാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വിത്തുകൾ നമ്മൾ ആവശ്യപ്പെടുന്നവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും. നമുക്ക് തെങ്ങിൻ തൈകൾ കൊറിയർ ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു 5-6 തൈകൾ അല്ലെങ്കിൽ 1-2 തൈകളായാലും നമ്മൾ കൊറിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരു 24 hours നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.